നിങ്ങൾക്ക് ബെറിയപ്പം ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ബെറിയപ്പം. അതിനു വേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് അതിൻ്റെ പ്യൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ്, ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പ്യൂരി. പിന്നെ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട്. പിന്നെ ഒരു പ്ലെയിൻ യോഗട്ട് എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവേർഡ് യോഗട്ട് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി ഫ്ലേവർ തന്നെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമാണ്, സ്ട്രോബെറി ഫ്ലേവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം വാനില ഫ്ലേവർ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ല, ഓരോ ഗ്ലാസിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും കട്ട് ചെയ്തുകൊണ്ടോ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്, പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത് ഫ്ലേവേർഡ് യോഗട്ടും, പിന്നെ ഞാൻ സ്ട്രോബെറി പ്യൂരിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ ബെറിയപ്പ് ആദ്യമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബെറിയപ്പ് കഴിക്കാൻ തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വീട്ടിലുണ്ടാക്കി തുടങ്ങി. അതിനുശേഷം ഞാനിത് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല, കാരണം നമുക്ക് സെയിം ആ ഒരു ടേസ്റ്റ് തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബെറിയപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ട്രോബെറി പ്യൂരിക്ക് ശേഷം പ്ലെയിൻ യോഗട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഐസ്ക്രീം ഒരിക്കലും ഫ്രോസ് ആയിട്ടുള്ളത് എടുക്കരുത്, കുറച്ചിങ്ങനെ മെൽട്ടായിട്ടുള്ളത് എടുക്കുക, അതായിരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറി പീസസും കൂടെയാണ്. ഇനിയാണ് ഇതിൽ മെയിൻ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഒന്ന് പൊക്കിയെടുത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് കഴിക്കുക. എൻ്റെ മോളാണ് ഇവിടെ പൊക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അവളാണെങ്കിൽ ഇടയ്ക്ക് വന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ മിക്സ് ആക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. സോ ഡു ട്രൈ ഇറ്റ് ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്.